എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താണ് വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വികസനം എന്ന് പറയുന്നത് ഞാൻ തിരിച്ച് ചോദ്യം ചോദിക്കാൻ കരുതിയത് സാക്ഷരത, നമ്മുടെ ആരോഗ്യ നിലവാരം, ഇത്തരം കാര്യങ്ങളെല്ലാം കേരള ഞാൻ സംസ്ഥാനം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാടോട്ട് പോകുന്നത്? അതിപ്പോ നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമുള്ള പ്രശ്നമല്ലല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള അതൊരു പ്രശ്നമാണ്. കണക്കിൽ നോക്കണം. വെറുതെ ChatGPT ഉണ്ടോ കയ്യിൽ? ഉണ്ട്. ഒന്ന് അടിച്ചു നോക്ക്. ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ 2023 കേരളത്തിൽ 29.9%. എന്താ വ്യത്യാസം? നമ്മൾ ഈ അടച്ചാക്ഷേപിക്കുന്നുണ്ടല്ലോ പല സംസ്ഥാനങ്ങളെയും. പക്ഷെ തൊഴിലില്ലായ്മയല്ലല്ലോ നമ്മുടെ ആരോഗ്യ നിലവാരം, സാക്ഷരത എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇതേ ചോദ്യങ്ങൾ ഞാൻ ChatGPT ചോദിക്കട്ടെ. ഗുജറാത്തിലെ ആരോഗ്യ നിലവാരം അവന്റെ പട്ടിത്തലയും വെച്ചുകൊണ്ട് വന്നിരുന്നോണ്ട് വിവരക്കേട് തന്നെ വിളിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബോധമില്ല, വിവരമില്ല, 10 പൈസയുടെ വെളിവില്ലമാർക്ക്. കേരള ഗവൺമെന്റ് എല്ലാ മേഖലയും ഒരേപോലെ ഉയർത്തിക്കൊണ്ടു വരും പോലെ നിന്റെ ഒന്നും 10 ജനറേഷന് പോലും മുക്രിയിട്ടാ സാധിക്കില്ല. നിന്റെയൊക്കെ ഫ്രീസറിൽ എടുത്തു വെച്ചേക്കണ ചാണകത്തലയും കൊണ്ട് നീയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഭൂമിശാസ്ത്രപരമായിട്ട് പോലും മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം വളരെ പിന്നിലാണ്. എന്നിട്ട് പോലും കാർഷിക മേഖലയിൽ നമ്മൾ 16ാം സ്ഥാനത്താണ്. പിന്നെ ഗുജറാത്തിലെ ആരോഗ്യ നിലവാരം നിന്നെ പട്ടി ഉണ്ടാക്കി വിട്ടതാണെങ്കിൽ നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. വെറുതെ ഇരിക്കുമ്പോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അത് നിന്റെ കഴുത ചാണകത്തല വെച്ചായിട്ട് കേരളമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നീ നോക്കണം. അല്ലാതെ നിന്റെയൊക്കെ പട്ടി പെറ്റ നോർത്ത് ഇന്ത്യക്കാർ വന്നിട്ട് ഇവിടെ പെറ്റ് പെരുകും പോലെ എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നോർത്ത് ഇന്ത്യയിൽ BJP ഇതിനു മാത്രം അങ്ങോട്ട് ഒലത്തി വെക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ വന്നിട്ട് കേരളത്തിൽ അട്ടിപ്പേറ് കിടക്കുന്നത്? എന്തിനാണ് കേരളത്തിൽ വന്ന് തോട്ടിപ്പണിയെടുക്കുന്നത്? നോർത്ത് ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റുകളെ ഒന്നും ആശ്രയിക്കാതെ മലയാളികൾ ലോക രാജ്യങ്ങളെ ആശ്രയിക്കുന്നു. അതിന് കാരണം ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസമാണ്. നോർത്ത് ഇന്ത്യയിൽ അഴുക്ക് ചാലുകളിലും സെപ്റ്റിക് ടാങ്കിലും കിടന്ന് മരിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. അതുപോലെ കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും മരിക്കുന്നില്ല. തെരുവ് നായ്ക്കളെ പോലെ ജാതിയും മതവും പറഞ്ഞ് തല്ലിക്കൊന്നു കളയുന്നില്ല. എല്ലാ മേഖലയും ഗവൺമെന്റ് ഇടപെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു. നീക്ക് അദാനിയുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കും പോലെയല്ല കേരളത്തിലെ കാര്യം. ഗോദി മീഡിയകൾ തള്ളിവിടും പോലെ കേരളത്തിന്റെ തൊഴിലില്ലായ്മ 21% 27% ഒന്നുമല്ല, വെറും 7% മാത്രമാണ്. കേരളത്തിലുള്ള ജനങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഇന്ത്യയെ പോലുമില്ല. ലോക സാമ്പത്തിക ശക്തിയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല? അപ്പം മനസ്സിലാക്കുക, കേരളത്തിലുള്ള ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കൊടുക്കാൻ ഈ പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് പോലും കഴിവില്ല. കേരളത്തിന് സ്വയം പ്രാപ്തി നേടിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ നികുതി വരുമാനം പോലും ഇവന്മാർ പിടിച്ചു വെക്കുന്നു.